എന്റെ പ്രിയപ്പെട്ട ബാപ്പാ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ മക്കളെ നീ ഒന്ന് ഉപദേശിക്കണേ. ഹലാലും ഹറാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. അള്ളയാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിന്റെ ജോലിയാണ്. നിന്റെ മക്കൾക്ക് അള്ളയാരാണെന്നറിയില്ല. അല്ലാഹുമായിട്ട് നിന്റെ മക്കൾക്കൊരു ബന്ധവുമില്ല. അള്ളാനെ അറിയാത്തത് കൊണ്ടാണ് നിന്റെ മക്കൾ പരീക്ഷയ്ക്ക് തോൽക്കുമ്പോ തൂങ്ങിച്ചാവാ തയ്യാറാകുന്നത്. ഫോൺ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ, ബൈക്ക് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ, ടൂറിന് വിട്ടില്ലെങ്കിൽ, മക്കളെ കയറിയിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അള്ളയാരാണെന്ന് നീ പഠിപ്പിച്ചു കൊടുത്തില്ല. നീ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി പറഞ്ഞു കൊടുത്തു. ഇന്ന് ഉമ്മമാര് മക്കളോട് പറയുന്നത് പണമുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റൂന്ന. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കുട്ടികൾ മയക്കുമരുന്ന് കച്ചവടം. എന്തിനാ കച്ചവടം നടത്തുന്നത്? എളുപ്പത്തിൽ പണമുണ്ടാക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ കണ്ടില്ലേ, ഒരു കുട്ടിയെ ഒളിച്ചു അടിച്ചുകൊണ്ട് പോയി. എന്തിന്? പണത്തിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പെൺകുട്ടികൾക്ക്, പണ്ടൊരു പെൺകുട്ടിക്ക് കല്യാണ ആലോചന വരുമ്പോ കുട്ടി പറയും എനിക്ക് വേണ്ടാന്ന്, എനിക്ക് കല്യാണം വേണ്ട. അങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞാൽ അതിൽ മനസ്സിലാകും ആ കൊച്ചിന് പ്രണയം ഉണ്ടെന്ന്. അത് പണ്ട്. ഒരു കുട്ടി പറയുന്നു എനിക്കിപ്പോ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു വാശി പിടിക്കുമ്പോ പണ്ടെന്ത് ചിന്തിക്കും? പടച്ചവനെ, ഈ കുട്ടിക്ക് എന്തോ പ്രണയമുണ്ട്, മോളെ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പണ്ട് ചോദിക്കും. ഇപ്പൊ ചോദിക്കത്തൊന്നുമില്ല. കാരണം ഇപ്പൊ പ്രണയമൊന്നുമില്ല, തേപ്പല് മാത്രമല്ലേ ഉള്ളൂ. തേക്കാവൂട ഒളിക്കന പറ്റിക്കുന്ന കാലമല്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ പെൺകുട്ടികളോട് കല്യാണ ആലോചനയെ കുറിച്ച് പറയുമ്പോ പറയും എനിക്കിപ്പോ കല്യാണം വേണ്ട. എന്തേ മോളെ കല്യാണം വേണ്ട എന്ന് പറയുന്നത്? ഞാൻ ജോലിയായിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. ഇന്നത്തെ പെൺകുട്ടികൾ പറയുന്ന ഒരു വാചകം, ഞാൻ ജോലി കിട്ടിയിട്ടേ ഞാൻ പെണ്ണ് കിട്ടുന്നുള്ളൂ. അതെന്തേ മോളെ? അല്ല, എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, ഞാനും കൂടെ ജോലിക്ക് പോയി ഉണ്ടാക്കിയാലേ കുടുംബജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ. ഇത് ആര് പഠിപ്പിച്ചു കൊടുത്ത് വെക്കും? എന്റെ പ്രിയപ്പെട്ടവർ, ഇന്നത്തെ തലമുറ പറയുന്നത്, അവൾ ആദ്യം തന്നെ പറയാ എന്നെ കെട്ടുന്നവന് എന്നെ പോറ്റാനുള്ള ഗതിയൊന്നുമില്ല. അവൾ ആദ്യമേ പറയാ, ഒരു മുഴം മുമ്പേ അറിയാ, എന്നെ കെട്ടുന്നവൻ അധ്വാനിക്കുന്ന പണം കൊണ്ട് ഒരിക്കലും കുടുംബം പോറ്റാൻ പറ്റത്തില്ല. ഞാനും കൂടെ ഗവൺമെന്റ് ജോലി ആയാലേ കുടുംബത്തെ പോറ്റാൻ പറ്റും. എന്നാ പെങ്ങളെ, പാപ്പ എങ്ങനെ IPS കാരനായിരുന്നോ? ഉമ്മ ആരെ ഡിഗ്രിക്കാരിയോ? ഇങ്ങനെ പറയുന്ന 5ാം ക്ലാസ്സും കുസ്തി എടുത്തതാ ഇവന്റെ തള്ളയും പാപ്പയും ഉമ്മയും. പാപ്പ IPS കാരനൊന്നും ആയിരുന്നില്ല. ഇന്നത്തെ തലമുറ പഠിക്കേണ്ട ഒരു കാര്യം, എന്റെ പെങ്ങളോട് പറയുന്നത്, അള്ളാന്റെ ദീൻ പറഞ്ഞ് എന്തെന്നറിയോ? പെണ്ണിന് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവ മാത്രമേ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ. കെട്ടി ഒരാള് വിവാഹം കഴിക്കുന്നവന് വേണ്ട യോഗ്യത, താൻ വിവാഹം കഴിക്കുന്ന പെണ്ണിന് ചെലവിന് കൊടുക്കാൻ ഗതിയുള്ളവൻ മാത്രം പെണ്ണ് കെട്ടണം. അല്ലാത്തവൻ ദിക്റും പറഞ്ഞ് നടക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്ക പറഞ്ഞ ഈമാൻ തരുമാറാകട്ടെ. എടാ, കെട്ടിയ പെണ്ണിന് ചെലവിന് കൊടുക്കാൻ ഗതിയില്ലാത്തവൻ പെണ്ണ് കെട്ടാൻ പാടുണ്ടോ? നിങ്ങൾ പറ, പാടുണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ദിക്റും പറഞ്ഞു നടക്കണം. എന്നാ പെൺകുട്ടി എന്താ പറയുന്നത്? ഇവന്റെ കാശ് കൊണ്ട് എന്തായാലും ജീവിക്കാൻ പറ്റത്തില്ല, ഇവൻ ഒരു, ഞാൻ ഒന്നും പറയണില്ല, ഈമാൻ തരുമാറാകട്ടെ. ഇന്നത്തെ കൺസെപ്റ്റ് അതായി പോയി. എടാ പെണ്ണെ, നിനക്ക് ചെലവിന് തരേണ്ട ബാധ്യത ഭർത്താവിന്റെ. നിന്നെ ജോലിക്ക് വിട്ടിട്ട് ജീവിക്കുന്നവന് വേറെ പേര് പറയും. നിന്നെ ജോലിക്ക് വിടണ്ടായെന്നോ പഠിപ്പിക്കണ്ടായെന്നോ ഞാൻ പറഞ്ഞതിൽ അർത്ഥമില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയാൻ പേടിയ, ഇവരെന്തെങ്കിലും പറഞ്ഞ നിയമം വേറെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ 8 കൊല്ലം മുമ്പ് ഒരു പ്രസംഗം നടത്തി. ആ തുടക്കകാലത്ത് എവിടെയോ വയലു പറയുമ്പോ ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. ഇപ്പൊ 29 കേസുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വനിതാ കമ്മീഷന് 28 കേസ്, 29 കേസിലെ പ്രതി. എന്തിന്? പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 വഴിയുണ്ടെന്ന് പറഞ്ഞേനാ. ഉസ്താദന്മാരൊക്കെ ശ്രദ്ധിക്കണം, മൈക്കിട്ടുമ്പോ ഒന്നും പറഞ്ഞേക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ജോലിക്ക് വിടണ്ടെന്നോ പഠിക്കണ്ടെന്നോ ഞാൻ പറഞ്ഞില്ല. മാക്സിമം പഠിച്ചോ നിങ്ങൾ. അൽഹംദുലില്ലാഹ്, നിങ്ങൾക്ക് നല്ല ഗവൺമെന്റ് ജോലിയൊക്കെ. ഇന്ന് മുസ്ലിം സമുദായത്തിന് ഗവൺമെന്റ് ജോലി വളരെ കുറവാ. എല്ലാവരും പഠിക്കണമല്ലോ. നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, നമ്മുടെ മക്കളെയെങ്കിലും പഠിപ്പിക്കണം, നല്ല നിലയിലാക്കണം. അല്ലാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഭാവി നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ദുനിയാവിനെ വലിച്ചെറിഞ്ഞേരെ, ദുനിയാവിന്റെ പുറകെ നടന്ന പറ്റിക്കും, തേച്ച് കളയും ദുനിയാവ് നമ്മളെ. ഒരുപാട് പേരെ പറ്റിച്ചില്ലേ?
ഇവിടെ ദുനിയാവെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദുനിയാവിനെ പിടിക്കാൻ പോയാൽ ദുനിയാവ് നമ്മളെ പറ്റിക്കും. ഒരു ശിഷ്യൻ ഗുരുവിനെ കാണാൻ പോയി. ഉസ്താദിനെ നല്ല ജോലിയും പൈസയൊക്കെ ആയപ്പോ ഉസ്താദിനെ ഗുരുനാഥനെ കാണാൻ വേണ്ടി ഒരു ശിഷ്യൻ പോയി. ഉസ്താദിന്റെ അടുക്ക പോയി കണ്ടിട്ട് നമ്മൾ കൈമടക്കി കൊടുക്കണ പോലെ ശിഷ്യൻ പറഞ്ഞു, ഉസ്താദ് ഒരു സ്വർണ്ണ നാണയുണ്ട്, ഇത് സ്വീകരിക്കണം. എന്റെ ഒരു സന്തോഷത്തിന് ഉസ്താദിന്റെ കയ്യിൽ കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, ദുനിയാവ് എനിക്ക് വേണ്ട മോനെ, ഇതൊക്കെ ദുനിയാവ് എനിക്ക് വേണ്ട. ശിഷ്യനോട് പറഞ്ഞു, ദുആ ചെയ്യാ, അൽഹംദുലില്ലാ റാഹത്ത്, എനിക്ക് ദുനിയാവ് വേണ്ട, നീ വേണ്ട. ഉസ്താദ് സ്വർണ്ണ നാണയം സ്വീകരിച്ചില്ല. ഇറങ്ങി പോകുന്ന വഴിയിൽ ശിഷ്യന് വല്ലാത്ത സങ്കടം വന്നു. ഉസ്താദ് മേടിച്ചില്ലല്ലോ. ഉസ്താദിന്റെ ചെരുപ്പിരിക്കുന്ന കണ്ടു. ആ ചെരുപ്പിനകത്ത സ്വർണ്ണ നാണയിട്ടിട്ട് ചങ്ങാതി പോയി. ഉസ്താദ് ശിഷ്യന്മാരുടെ കൂടെ ഇറങ്ങി വന്നപ്പോ തന്റെ ചെരുപ്പിനകത്ത് സ്വർണ്ണ നാണയം കിടക്കുന്നത് കണ്ടപ്പോൾ ഉസ്താദ് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തു, ദുനിയാവെന്ന് പറഞ്ഞാൽ ഇതാ, വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞാൽ അത് ഇതുപോലെ കാൽച്ചുവട്ടിൽ വന്ന് കിടക്കും. പിടിക്കാൻ പോയാൽ നമ്മളെ പറ്റിച്ചു കളയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇട ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിയ. ഈ ദുനിയാവ് പറ്റിച്ചവരാ. ഒരുപാട് പേരെ ചതിച്ചില്ലേ, പറ്റിച്ചില്ലേ? എന്തിനാ? ഇതൊക്കെ കൊണ്ട് നിനക്ക് എന്ത് നേടാനാ? നിന്റെ ഉപ്പ പോയപ്പോ എന്ത് കൊണ്ടുപോയി? നീ വാങ്ങിക്കൊടുത്ത 3 കഷ്ടം തുണിയും കുറച്ചു പഞ്ചിയും ഒരു കുപ്പി അത്തറുമല്ലാതെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കൾ എന്താണ് കൊണ്ടുപോയത്? അതുകൊണ്ട് ദുനിയാവിനെ വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്തെ ഇഷ്ടപ്പെട്. മരണത്തിനെ കുറിച്ച് ചിന്തിക്ക്. ആസ്വദിച്ചും കളിച്ചും ചിരിച്ചും സുഖിച്ചും നടക്കുന്ന ചെറുപ്പക്കാരാ, അതേ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം സുഖിക്കാനുള്ളതാണ്. നിങ്ങൾ എത്ര വാഴ്ന്നു പറഞ്ഞാലും ഞങ്ങൾ മാറൂല. നിങ്ങൾ വെറുതെ കിടന്ന് ചലയ്ക്കുന്നതാണെന്ന് പരിഹസിക്കുന്ന യുവത്വമേ, മോനെ ചിരിച്ചോടാ, കളിച്ചോ, ആസ്വദിച്ചോ. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്ക്. والموت ودنا من شراك نعله. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുമ്പോ പഠിച്ചവനെ എന്റെ ഉപ്പമാര് പറയുന്ന, ഉസ്താദേ വഅദ് കേൾക്കുമ്പോ നന്നാകണമെന്നുണ്ട്, ഉസ്താദേ വഅദ് കേൾക്കുമ്പോ നന്നാകണമെന്നുണ്ട്. നിസ്കരിക്കണം, ഖുർആൻ ഓതണം, ശരീരം മറക്കണം, ദുസ്വഭാവങ്ങളെ മാറ്റണം. പക്ഷേ പറ്റുന്നില്ലെന്ന് സങ്കടം പറയുന്ന ചെറുപ്പക്കാരാ, മോനെ നന്നാകണോ? നന്നാകാൻ ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. 5 നയാ പൈസയുടെ ചെലവില്ല, ഒരു പ്രയാസവുമില്ല, ഒരു ഡോക്ടറെയും കാണണ്ട. നിന്റെ സ്വഭാവങ്ങൾ മുഴുവനും മാറിയിട്ട് നിനക്ക് ഒരു നല്ല മനുഷ്യനാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. പഠിച്ചവനെ, എളുപ്പത്തിൽ നന്നാകാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. വാപ്പാ പ്രായം ചെന്നിട്ടും അഹങ്കാരത്തിന് കുറവില്ലല്ലോ. എന്തെല്ലാം സ്വഭാവങ്ങളാണ് നിന്റെ ജീവിതത്തിലുള്ളത്. ഇതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാകാൻ നിനക്ക് കൊതിയുണ്ടോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് നന്നാകണം നബിയേ, എനിക്കൊരുപാട് ഇബാദത്തുകൾ ചെയ്യണം നബിയേ, വല്ലാത്ത മടി വരുന്നു നബിയേ, അതുകൊണ്ട് ഒരു വഴി പറഞ്ഞു തരാറ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ചെന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വഅദ് കേൾക്കാമെന്ന ചെറുപ്പക്കാരാ, ഉസ്താദേ എനിക്ക് വല്ലാത്ത ധൈര്യമാ. ഏതു പാതിരാത്രിയും ഒറ്റയ്ക്ക് ഏത് ഇടപെടിയിലൂടെയും നടന്നു പോകാൻ ധൈര്യമുള്ളവനാണ്. എനിക്ക് യക്ഷിയെയും പ്രേതത്തെയൊന്നും എനിക്ക് പേടിയില്ല ഉസ്താദ് എന്ന് വീമ്പെടുക്കുന്ന ചെറുപ്പക്കാരാ, നിനക്ക് കഴിയുമോടാ മോനെ? ഈ വഅദ് കേൾക്കാമെന്ന ആണുങ്ങളോട് ഞാൻ ചോദിക്കുകയാ.
2 മണിക്ക് ഏത് ഇരുട്ടുള്ള വഴിയിലൂടെ ഏത് പറമ്പിലൂടെയും നീ ഒറ്റയ്ക്ക് നടന്നു പോകുമെങ്കിൽ വഅദ് കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ. പാതിരാത്രി 1 മണിക്കോ 2 മണിക്കോ പോകാൻ സിറാജ് പറയുന്നില്ല. നാളെ ഒരു 10:30 ഇവിടത്തെ പള്ളിയിൽ നിനക്കൊന്ന് പോകാൻ പറ്റുമോ? ഇവിടത്തെ പള്ളിയിൽ നിനക്കൊന്ന് പോകാൻ പറ്റുമോ? ബൈക്ക് കൊണ്ടുവന്ന് പള്ളിയുടെ വെളിയിൽ നിർത്തിയിട്ട് ആ പള്ളിയിലേക്ക് കയറിയിട്ട് പള്ളിയുടെ പുറകിൽ ഒരു ഖബർസ്ഥാൻ ഉണ്ടല്ലോ, ആ ഖബർസ്ഥാനിൽ ഒരു ഖബർ കുടിച്ചിട്ടിരിക്കുന്നത് കാണാം. നേരത്തെ കുടിച്ചിടുമല്ലോ, ഒരു ഖബർ കുടിച്ചിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് കാണാൻ ചെറുപ്പക്കാരാ. ആ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ആ പലകയെടുത്ത് മാറ്റിയിട്ട് മോനെ നട്ടെല്ലിന് ഉറപ്പുണ്ടെങ്കിൽ ആ ഖബറിനകത്ത് ഇറങ്ങിയിട്ടൊന്ന് കിടക്കടാ. പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് ഒറ്റക്കിറങ്ങിയിട്ട് ഒന്ന് കിടക്കാൻ നിനക്ക് കഴിയുമോ വാപ്പാ? നിന്റെ കൈകാല് വിറയ്ക്കും ചെറുപ്പക്കാരാ, ശരീരം വിയർത്തു ഒഴുകുമടാ, നീ പേടിക്കുമടാ ചെറുപ്പക്കാരാ. തന്റെ ഇടമുണ്ടെങ്കിൽ പോയി കിടന്നു നോക്കടാ. പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് ഒറ്റയ്ക്ക് പോയി കിടക്കാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടെങ്കിലൊന്ന് പോയി കിടക്കടാ ചെറുപ്പക്കാരാ. കിടക്കാൻ നിനക്ക് പേടിയാ മോനെ. കാരണം ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. പേടിയാടാ ചെറുപ്പക്കാരാ. മുടി നരച്ചു പോയ 50ഉം 60ഉം വയസ്സുള്ള വാപ്പാ, നിനക്ക് ധൈര്യമുണ്ടോ? പള്ളിപ്പറമ്പിൽ കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് ഇറങ്ങിയിട്ടൊന്ന് കിടക്കാൻ കഴിയില്ല വാപ്പാ. ചിലപ്പോ നിന്നെ അതിനകത്ത് തന്നെ അടക്കേണ്ടി വരും. അതുകൊണ്ട് പറയുകയാ, ഖബറിനകത്ത് ഇറങ്ങാൻ ഞാൻ പറയുന്നില്ല. ആ ഖബറിന്റെ മുകളിൽ അടച്ചു വെച്ചിരിക്കുന്ന വിരിപ്പുകൾ എടുത്ത് മാറ്റിയിട്ട് നീ താഴേക്ക് നോക്ക്, ചുറ്റുഭാഗത്തേക്ക് നോക്ക്. ഖബറിന്റെ ആഴം സോദരാ നീ നോക്ക്. അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഒന്നോർക്ക്. ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്? ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ. എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. നന്നാകും ബാബാ. കള്ള് കുടിക്കുന്നവനെ, കഞ്ചാവടിക്കുന്നവന്, ദുസ്വഭാവങ്ങളുമായി നടക്കുന്നവന് പള്ളിപ്പറമ്പില് കുടിച്ചിട്ടിരിക്കുന്ന ഖബറിന്റെ ചാരത്ത് നിന്നാൽ നിന്നെ പോലെ നാട് വിറപ്പിച്ച ഒരുപാട് കൊലകൊമ്പന്മാരവിടെ കിടക്കുന്നുണ്ടടാ. അവന്റെ അതാ ഈ നാട് വിറപ്പിച്ച ഒരുപാട് മഹാന്മാര് നേതാക്കന്മാരുണ്ടല്ലോ, ഗുണ്ടകളുണ്ടല്ലോ. നിന്നെ പോലെ നടന്നവന്മാര് പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടടാ. അവന്റെ ഖബറിന്റെ മുകളിൽ നട്ടിരിക്കുന്ന പച്ച ചെടിയിലേക്ക് നോക്ക്. ആ ചെടി പറയുകയാ, ഞാനിങ്ങനെ നെഞ്ചു വിരിച്ചു നിൽക്കുന്നത് വെള്ളമൊഴിച്ചിട്ടല്ല, വളമിട്ടിട്ടല്ല. എന്റെ താഴെ കിടക്കുന്നവന്റെ തലച്ചോറിലെ വളം വലിച്ചെടുത്തിട്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നന്നാകാനുള്ള എളുപ്പ വഴി എന്തെന്നറിയുവോ? ഖബർ സിയാറത്ത് ചെയ്യ്. പെങ്ങളെ, നീ സിയാറത്തിന് പോകാൻ ഞാൻ പറയുന്നില്ല. നിനക്ക് നന്നാകാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പെണ്ണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് നീ ആ വീട്ടിലേക്ക് ചെല്ലണേ. കുളിപ്പിക്കുന്ന റൂമിനകത്ത് കയറും
തലമറയ്ക്കാൻ മടിക്കുന്ന പെങ്ങള്, ഔറത്ത് മറയ്ക്കാൻ മടിക്കുന്ന പെങ്ങള്, സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ഇട്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങള്, ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് കേറിയാ നിന്നെ പോലെ നടന്നവളുടെ കിടപ്പ് കാണാ. മേക്കപ്പ് വേണ്ട, എഴുന്നേറ്റ് ഓടണ്ട, തലമറയ്ക്കണ്ട, പടച്ചവനെ കിടക്കുന്ന കിടപ്പ് കണ്ട നീ നന്നാകുമെന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ കേൾക്കാമെന്നവരോട് പറയുകയാണ്, മലക്കുകൾക്ക് പരിചയമുള്ളവൻ ആരെയും അറിയുമോ? അവൻ അധികാരം വേണ്ട, അവന് സമ്പത്ത് വേണ്ട, അവന് കൊട്ടാരം വേണ്ട, അവന് ഹറാമ് വേണ്ട, വളഞ്ഞ വഴിയിലൂടെ ഒന്നും സമ്പാദിക്കണ്ട, അല്ലാഹു തന്നത് മതി. മരണത്തെ കുറിച്ച് ഓർമ്മയുള്ളവനാ, ഖബറിനെ കുറിച്ച് ഓർമ്മയുള്ളവനാ, പരലോകത്തെ കുറിച്ച് ഓർമ്മയുള്ളവനാ, നരകത്തെ കുറിച്ച് പേടിയുള്ളവനാ. അങ്ങനെ ജീവിക്കുന്നവനെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇല്ല ഉസ്താദേ, ഇതൊക്കെ നിങ്ങൾ പേടിപ്പിക്കാൻ പറയുന്നതല്ലേ, ഇതൊക്കെ വെറുതെയാണെന്ന് ചിന്തിക്കുന്ന യുവത്വമേ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, ഞങ്ങൾക്കൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നടന്നോ, തലമറയ്ക്കണോ, തുറന്നിടണോ, ഉടുതുണിയില്ലാതെ നടക്കണോ, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടോ? പക്ഷേ നിനക്ക് ഖുർആനിലെ ഒന്നാമത്തായത്ത് അറിയുമല്ലോ. ഖുർആനിലെ ഒന്നാമത്തായത്ത് ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഈ ആയത്ത് നിനക്കറിയുമല്ലോ. എങ്കിൽ ഖുർആനിലെ അവസാനത്തെ ആയത്തേതാ അറിയത്തില്ലല്ലോ ചെറുപ്പക്കാരാ. പെങ്ങളെ നിനക്കറിയണമെന്നില്ല, എങ്കിലും ഞാൻ പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതല്ലാഹുവിന്റെ പ്രഖ്യാപനമാ. ഇതല്ല പറയുകയാണ്, വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോകാനാടാ ചെറുപ്പക്കാരാ? വാപ്പാ എവിടെ പോകാനാ? ഓം തോടിയാ എവിടെ വരെ ഓടാനാ? അതിനൊരു പരിധിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, നീ എവിടെ പോകാനാണ്? എവിടെ പോയാലും എന്റെ മുമ്പിൽ തന്നെ നീ തിരിച്ചു വരുമല്ലോ, നിന്നെ ഞാൻ കൊണ്ടുവരുമല്ലോ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ അല്ലാഹുവിന്റെ മലക്കുകൾ സ്നേഹിക്കാനുള്ള കാരണം എന്തെന്നറിയുവോ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞു, ആഖിറത്തെ സ്നേഹിച്ചു. അവരെ മലക്കുകളെ സ്നേഹിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ദുനിയാവ് വേണ്ട, ദുനിയാവിനെ വലിച്ചെറിയ്, നിന്റെ പുറകെ വരും എല്ലാ അധികാരത്തിന്റെ പുറകെ നീ പോകരുത്, അധികാരം നിന്നെ തേടി വരും. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാ. വേണ്ടെന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞാൽ ആ വലിച്ചെറിയുന്നത് നിന്നെ തേടി വരും. തേടി പോയാ പോയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ദുനിയാവിനെ വെറുക്ക്, ദുനിയാവിനെ വെറുത്തിട്ട് ആഖിറത്തിനെ സ്നേഹിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ലാ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ദുനിയാവിന് വെറുത്തു തുടങ്ങണം. എല്ലാവർക്കും പണം 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 പണം, അതാ ഇന്നത്തെ നേല്ല. അൽഹംദുലില്ലാ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അൽഹംദുലില്ലാ, നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഒന്ന് എന്ന് തുടങ്ങും. എല്ലാവരുടെ കയ്യിലും അള്ളാഹു സമ്പത്ത് തന്നിട്ടുണ്ട്. ഇത് നിനക്ക് സുഖിക്കാൻ തന്നതല്ല, നിന്നെ പരീക്ഷിക്കാൻ തന്നതാ. ഈ ബക്കറ്റ് നിന്റെ മുമ്പിൽ വരുമ്പോ നീ ഇടുമോ ഇടത്തില്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാനാ അള്ളാഹു നിനക്ക് സമ്പത്ത് തന്നിരിക്കുന്നത്. അല്ലാതെ തഴമ്പ് കണ്ടിട്ടല്ല, താടിയുടെ വലിപ്പം കണ്ടിട്ടല്ല. അള്ളാഹു നിനക്ക് പണം തരുന്നത് നിന്റെ മുമ്പിൽ ഇതുപോലൊക്കെ വരുമ്പോ കൊടുക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാനാ. ഒരു പരീക്ഷണം നടക്കാൻ പോകുകയാ. ദുനിയാവ് വേണോ ആഖിറം വേണോ? നിനക്ക് ദുനിയാവ് വേണോ ആഖിറം വേണോ? അൽഹംദുലില്ലാ, ബക്കറ്റ് എടുത്തോപ്പാ. സംഘാടകർ ബക്കറ്റ് എടുക്ക്. സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. എല്ലാവരും മുകളിലേക്ക് നോക്കിക്കേ.
മുകളിലേക്ക് നോക്കിക്കേ, ആകാശം കണ്ടോ? ആകാശം കണ്ടോ? എന്നാ നിങ്ങൾ ആകാശമേ കണ്ടുള്ളൂ. ഈ ഇരിക്കുന്ന ഓരോ മനുഷ്യന്റെയും തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ആ മലക്ക് രാവിലെ വന്നതാ. ഈ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അള്ളാഹു തന്നതിൽ നിന്നൊരല്പം എടുത്ത് ഈ ബക്കറ്റിന്റെ അകത്തിട്ടാൽ ആ മലക്ക് പറയും, പടച്ചവനെ, ഇവൻ ഉള്ളതിൽ പങ്കു കൊടുത്തു, ഇവന് നീ ബർക്കത്ത് ചെയ്യണേ എന്ന് നിനക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നീ പോക്കറ്റിന്റെ അകത്ത് പൈസയും വെച്ചിട്ട് പൊട്ടം കളിച്ച ആ മലക്ക് പറയും, പടച്ചവനെ, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ല. അല്ല പിടിച്ചു വെച്ചാ പിന്നെ അവസ്ഥ അറിയാലോ. അള്ളാഹു പിടിച്ചു വെച്ചാൽ പിന്നെ എല്ലാം നശിച്ചു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് വരാനിരിക്കുന്ന വിപത്തുകൾ, ദുരന്തങ്ങൾ, അപകടങ്ങൾ, മാരക രോഗങ്ങൾ എന്നെ കാത്തിരക്ഷിക്കണേ എന്ന നല്ല ഒരു നിയത്തോടെ എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈവച്ചേ. വെക്കടോ, പോക്കറ്റ് കൈവച്ചോ. പൈസ ഇല്ലെങ്കിലും വെച്ചോ, വെച്ചതിനുള്ള പ്രതിഫലം നിനക്ക് കിട്ടും. അൽഹംദുലില്ലാ. സംഘാടകരെന്ത് ബക്കറ്റില്ലേ? ബക്കറ്റുമായിട്ട് പോകുന്നവര് ഇത്തിരി ധൃതി കുറയ്ക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ ബക്കറ്റ് കൊണ്ടുപോയി. രണ്ടാമത്തെ വിഭാഗം ഏതാ? വിശദീകരിക്കുന്നില്ല. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, ഞാൻ സ്വർഗ്ഗം കണ്ടു സ്വഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നബി തങ്ങൾ സ്വർഗ്ഗം കണ്ടു. റസൂലുള്ളാഹി തങ്ങളുടെ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ നബി തങ്ങളുടെ മുമ്പിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോകുന്നു. ആരാണെന്ന് നബി തങ്ങൾക്ക് അറിയുന്നില്ല, ആരാണെന്ന് നബി തങ്ങൾക്ക് അറിയുകയില്ല. പക്ഷേ നല്ല പരിചയമുണ്ട്. ആ നടന്നു പോകുന്ന നടത്തം കണ്ട നബി തങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരാളാണ് നടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോടെ നോക്കുകയാണ്, ആരാണല്ലാ സ്വർഗ്ഗത്തിൽ എന്റെ മുമ്പിലൂടെ നടന്നു പോകുന്നത് ആരാണെന്ന് പ്രവാചകൻ അവിടെ നിന്ന് നോക്കുമ്പോ മലക്കുകൾ പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് ബിലാലാണ് നബിയേ, സയ്യിദുനാ ബിലാൽ. ആ പോകുന്നത് ബിലാലാണ് നബിയേ. അടിമയായ നീഗ്രയായ കറുത്തവനായ ചുരുണ്ട മുടിയുള്ള ബിലാൽ. ആ ബിലാലിനെ കുറിച്ചാണ് മലക്കുകൾ പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് മലക്കുകളോട് ചോദിക്കുകയാണ്, എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ? എന്റെ ബിലാലിനെ നിങ്ങൾക്കറിയുമോ? യാ റസൂലല്ലാഹ്, എല്ലാ മലക്കുകൾക്കും ബിലാലിനെ അറിയാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് തന്റെ സ്വഹാബത്തിനോട് ഇത് പറയുമ്പോ ബിലാൽ തങ്ങളിരുന്ന് കരയുകയാണ്. നബി തങ്ങളുടെ മുമ്പിലിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ഐന ബിലാൽ, എന്റെ ബിലാൽ വിടെ? എന്റെ ബിലാൽ വിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ബിലാലേ, സ്വർഗ്ഗത്തിൽ എന്റെ മുമ്പിലൂടെ നീ നടന്നു പോകുന്നത് ഞാൻ കണ്ടു ബിലാൽ. മലക്കുകൾക്ക് മുഴുവനും നിന്നെ പരിചയമാണ്. എല്ലാ മലക്കുകൾക്കും നിന്നെ അറിയാം, എല്ലാവർക്കും നിന്നെ പരിചയമുണ്ട്. നീ എന്ത് നന്മയാ ബിലാലേ ചെയ്യുന്നത്? നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും നന്മ ചെയ്യുന്നോ ബിലാൽ? നബി തങ്ങൾക്കറിയാം, അല്ലാഹുവിന്റെ റസൂലിനറിയാഞ്ഞിട്ടല്ല, സ്വഹാബത്തിന് പഠിക്കാൻ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും പ്രത്യേകമായിട്ട് വല്ല ഇബാദത്തും ചെയ്യാറുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചാ പറയണമല്ലോ. ബിലാൽ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കൊരു സ്വഭാവമുണ്ട് നബിയേ.
ബിലാല് തങ്ങൾ എപ്പോഴും വുളുവോട് കൂടിയാണ് നടക്കുന്നത്. ബിലാല് തങ്ങൾക്ക് 24 മണിക്കൂറും വുളുവുണ്ട്. എപ്പോഴും വുളുവോട് കൂടിയാണ് നടക്കാറ്. വുളുവെടുത്ത് കഴിഞ്ഞാ ബിലാല് തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. പടച്ചവനെ, ശുദ്ധിയായി നടക്കുന്നവരുണ്ടല്ലോ, വുളുവോട് കൂടി നടക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ നടക്കുന്നവരെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ബിലാൽ തങ്ങളുടെ ഒരു പ്രത്യേകതയായിരുന്നു. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പ്രത്യേകത, ഒളു മുറിഞ്ഞ അപ്പം തന്നെ ഒളുവെടുക്കും. എപ്പോഴും ഒളുവോട് കൂടി നടക്കുന്ന സ്വഹാബി ഒളുവെടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കും. അപ്പം മലക്കുകൾ ഇഷ്ടപ്പെടുന്ന 2ാമത്തെ വിഭാഗം ശുദ്ധിയായിട്ട് നടക്കുന്നവർ, എപ്പോഴും ഒളുവോട് കൂടി നടക്കുന്നവർ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ തരുമാറാകട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും ഒളുവെടുത്തിട്ട് നടക്കാൻ ഞാൻ പറയുന്നില്ല. ബിലാല് തങ്ങൾ എപ്പോഴും ഒളുവെടുത്തിട്ട് നടക്കും. വയല് കേൾക്കാമെന്ന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എപ്പോഴും ഒളുവെടുത്തിട്ട് നടക്കാൻ ഞാൻ പറയുന്നില്ല. ആ നിസ്കരിക്കാൻ വേണ്ടി ഒളുവെടുക്കുമ്പോഴെങ്കിലും ഒന്ന് നേരെ എടുത്താൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കരിക്കാൻ വേണ്ടി ഒളുവെടുക്കത്തില്ലേ? എടുക്കൂലേ? ആ നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നോട്ടെ. എന്താ സമയം ഇരുന്ന് പറഞ്ഞോട്ടെ, ഇരുന്നോട്ടെ, വിരോധമൊന്നും ഇല്ലല്ലോ. എന്നാ ഒരു ഫാത്തിഹ ഓദിക്ക്. ഇലാ ഹദറത്ത് റൂഹി നബിയിനാ വ ഹബീബുനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. എല്ലാവരും ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിയിരിക്കണം. എനിക്ക് കൊറോണ ഒന്നുമില്ല, പനിയേ ഉള്ളൂ, ജലദോഷമേ ഉള്ളൂ. നിർത്താറായി, 10 മണിയായി, സമയമൊക്കെ ആയി. എല്ലാവരും മുന്നോട്ട് കയറും. പ്രായമുള്ളവർ ആ ബോക്സിന്റെ മുമ്പിൽ ഇരിക്കണ്ട കേട്ടാ. ഇനി ചെവിക്കല്ല് പൊട്ടിയിട്ട് എന്നെ ഒന്നും പറയരുത്. എഴുന്നേറ്റോ കാക്കാമാരെ മസല് പിടിച്ചിരിക്കണ്ട. പള്ളിക്കൂടി പോകുമ്പോ ആരും കാണൂല. ഈ കയറിയിരുന്നതേ കാണത്തുള്ളൂ. അപ്പൊ ഇന്ന് ഈ വിളിച്ചിരുത്തിയതേ കാണത്തുള്ളൂ. നാളെ ഖബറിനകത്ത് പോകുമ്പോ നിനക്ക് പ്രയോജനമുള്ള ഒരു അമല കയറിയിരിക്കും. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ എന്താ ഇപ്പൊ ഒരു സ്നേഹമില്ലാത്ത? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ല ഇരുന്നേ, ഒന്നിരി ചങ്ങാതി, ക്യാമറയൊക്കെ തട്ടിക്കളയല്ല. എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ സുഖമാണോ? സുഖമാണോ എന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞ അർത്ഥം എന്താ? സുഖമാണോ? ചിലര് കൈപൊക്കി, ചിലരാന്ന് പറഞ്ഞു, ആരും അൽഹംദുലില്ലാഹ് ഇടയിൽ പറഞ്ഞു, ചിലര് ചിരിച്ചു, ചിലര് പിന്നെ എന്ത് വന്നാലും മിണ്ടത്തില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ അവസ്ഥ ഇതാ. വഅദ് കേൾക്കും, ചെയ്യൂല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. അപ്പൊ ഖതീബ് ചോദിക്കണ പോലെ നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? ഉസ്താദി വയ്ക്കത്തില്ല. ഹബീബ് കാക്ക സുഖമാണോ? വാപ്പ സുഖമാണോ? നിൽക്കണ പോലെ നബി തങ്ങൾ ചോദിച്ചു, നിനക്ക് സുഖമാണോ? ആ സഹാബി പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഖൈർ, അൽഹംദുലില്ലാഹ് റാഹത്താണ് നബി. ഈ മറുപടി കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാൾ കയറി വന്നു. ആ സഹാബിയോടും ചോദിച്ചു ഇതേ ചോദ്യം, സുഖമാണോ? ആന്ന് പറഞ്ഞില്ലേ, ഇതുപോലെന്തോ പറഞ്ഞു. ആ സഹാബി എന്ത് പറഞ്ഞു? എനിക്ക് സുഖമാണ് നബിയെ, റാഹത്താണ്, ഖൈറാണ്, സുഖമാണ്. അപ്പൊ നബി തങ്ങൾ ചിരിച്ചു, ദുആ ചെയ്തില്ല. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എന്ത് പണിയാ നബി, എനിക്കെന്താ ദുആ ഇല്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് എന്നോട് ചോദിച്ചത്. അദ്ദേഹത്തിന് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് എനിക്കെന്തേ ബർക്കത്തില്ലേ? അപ്പൊ നബി തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, നീ ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. റക്കപ്പർ നബിയിന റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ? എങ്ങനെ? എനിക്ക് തിരിഞ്ഞാണ്, എനിക്ക് തെറ്റുപറ്റിയാണ്. സുഖമാണോ? എന്തേ ആദ്യം പറയാഞ്ഞ? അപ്പൊ നിങ്ങൾക്കാർക്കും അറിയാഞ്ഞിട്ടല്ല, നിങ്ങൾ പറയാഞ്ഞിട്ടല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ പറയണ്ടേന്ന്. എന്തേ പറയാഞ്ഞ?
അത് നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഉസ്താദ്, അത് നിങ്ങൾക്കൊക്കെ ഉള്ളതല്ല. അതാ ഞാൻ പറയാം. അള്ളാഹു ഇൽമ നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇനി പറ, സുഖമാണോ? എല്ലാവരുടെ കയ്യിൽ പൈസ ഉണ്ടോ? പൈസ ഉണ്ടോ ഇല്ലേ? ഞാൻ ഉണ്ടോ ഇല്ലേ? അൽഹംദുലില്ലാ പറ, ഉണ്ടോ ഇല്ലേ? എല്ലാവർക്കും ആരോഗ്യമൊക്കെ ഉണ്ടോ? കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ ചോദിക്കുമ്പോഴേ ഇറക്കണം കേട്ടാ. അപ്പൊ ഈ അൽഹംദുലില്ലാ പറഞ്ഞാൽ മതി, രക്ഷപ്പെടാം. അള്ളാഹു നമുക്ക് നിലനിർത്താൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം ബിലാൽ എന്ന് പറയുന്ന സഹാബിയുടെ പ്രത്യേകത എപ്പോഴും ഒതുവെടുത്തിട്ട് നടക്കും. ഞാൻ നമ്മളോട് പറയുന്നത്, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കും. നമ്മൾ ഒതുവെടുക്കുന്നത് കാണുന്ന കാഴ്ച തന്നെയാണ്. ഓടി ഇങ്ങോട്ട് വരും, ഓടി ഇങ്ങോട്ട് വന്നിട്ട് കയ്യ ഹൗദിനകത്തോട്ട് ഇറക്കണ്ട്. പടച്ചനെ ഒരു എന്തൊക്കെയോ ഒരു കാണിക്കണമെന്നറിയും. സുബ്ഹാനല്ലാഹ്. ആ ഹൗദിനകത്ത് ചാടാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മൾ ചാടി. ധൃതിയാടും എല്ലാവർക്കും. പണ്ട് 2 ചെറുപ്പക്കാർ മഗ്രിബ് നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. അപ്പൊ ഉസ്താദ് അവസാനത്തെ തഹിയ്യാത്തില സുജൂദിൽ നിന്ന് എഴുന്നേറ്റു. ഇവർ രണ്ടുപേരും പള്ളിയുടെ മുമ്പിൽ വെച്ച് പിരിഞ്ഞു. നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ ഗേറ്റിന്റെ അവിടെ വെച്ച് 2 കൂട്ടുകാർ കണ്ടുമുട്ടി. അപ്പം ചോദിച്ചു, അളിയ നിനക്ക് ജമാഅത്ത് കിട്ടിയോ? ഓ, ഞാൻ ഒളുവൊക്കെ എടുത്തിട്ട് ചെന്നപ്പോഴത്തേക്ക് ഉസ്താദ് സലാം വീട്ടി, ജമാഅത്ത് കിട്ടിയില്ല അളിയ. അപ്പൊ മറ്റേവൻ പറയുക, അള്ളാണ് ഞാനെങ്ങാണ് ഒളുവെടുക്കാൻ പോയിരുന്നെങ്കിൽ എന്റെ ജമാഅത്തും പോയേനേന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് മനസ്സിലായി? ഇവ ഒളുവ് തന്നെ എടുത്തില്ല നേരെ വയ്ക്കരുത്. ഇവൻ ഇന്നത്തെ ചെറുപ്പക്കാര് ഒളുവെടുക്കുന്ന കാണുമ്പോ അവനെ ഹൗദിലേക്ക് എടുത്തിട്ടേക്കാൻ തോന്നും. അങ്ങനത്തെ എടുപ്പാ. ഇവിടെ എന്താണ് ഒളുവെന്ന് പോലും നമുക്കറിയില്ല. മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു ഒളുവെടുക്കുമ്പോ കരയും, നിറം മാറും ശരീരത്തിലെ. കരഞ്ഞിട്ട് പേടിച്ചിട്ട് മഹാനവറുകളുടെ ശരീരത്തിന്റെ നിറം പോലും മാറുമായിരുന്നു. അപ്പൊ ചോദിച്ചു, തങ്ങളെ നിങ്ങൾ എന്തിനാ ഒളുവെടുക്കുമ്പോ ഇങ്ങനെ കരയണേ? ഖബറും നരകമൊന്നും അല്ലല്ലോ, മരണമൊന്നും അല്ലല്ലോ. ഒളുവെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ സുഫിയാൻ സൗരി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മോനെ, ഒളുവെടുക്കുന്നത് അള്ളാനെ കാണാനല്ലേ. ഒളുവെടുക്കുന്ന എന്തിനാ? അള്ളായെ കാണാൻ. അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാനല്ലേ ഒളുവെടുക്കണത്. അപ്പൊ പിന്നെ കരയാതിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒളുവെടുക്കുന്നത് അള്ളായെ കാണാനാണ്. അള്ളാഹുടെ മുമ്പിൽ നീ അള്ളാഹയെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നിന്നെ കാണുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹ് നമ്മുടെ മുമ്പിൽ നിൽക്കാൻ നിസ്കരിക്കുമ്പോ അപ്പൊ അള്ളാഹനെ കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഒളുവെടുക്കുന്നത്. ആ സമയത്ത് നീ കരയണം, നീ ഭയപ്പെടണം. ഒരാൾ ഒളുവെടുക്കുന്ന സമയം കൈ കഴുകുമ്പോ, കാല് കഴുകുമ്പോ, മുഖം കഴുകുമ്പോ, ചെവി കഴുകുമ്പോ, വാ കഴുകുമ്പോ നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊണ്ട് നീ ചെയ്ത പാപം ആ ഒളുവെടുത്തിട്ട് വീഴുന്ന തുള്ളിക്കകത്ത് അള്ളാഹു കഴുകിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ ഒളു മതി. ആ ഫാൻ തിരിച്ചു. ആ ഒളു മതി, ഒരു ഒളു മതി രക്ഷപ്പെടാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ചെറുപ്പക്കാരാ, എന്തിനാ മോനെ ധൃതി കാണിക്കുന്നത്? ഒന്നുമില്ലാതെ നിസ്കരിച്ച നിസ്കാരം ശരിയാകില്ല. അത് അള്ളാഹുവിനെ കളിയാക്കലാണ്, അത് അള്ളാഹുവിനെ പരിഹസിക്കലാണ്. അതുകൊണ്ട് നിന്റെ മരണം പോലും മോശമാകുന്ന കാര്യമാണ് ഒന്നുമില്ലാതെ നിസ്കരിക്കല്. അതുകൊണ്ട് ഞാൻ പറയുന്നു, സമാധാനത്തോടുകൂടി ഒന്നുമെടുക്ക്. ഇമാം ഗസാലി പറയുകയാ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? താടിയും തഴമ്പുമല്ലടോ, താടിയും തഴമ്പുമല്ലടോ. ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? പള്ളിയിലെ പൈപ്പിന്റെ ചുവട്ടിൽ നിൽക്ക്, ഒതുവെടുക്കുന്ന സ്ഥലത്ത് നിൽക്ക്. ഏതെങ്കിലും ഒരു മനുഷ്യനെ സമാധാനത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി ആരെങ്കിലും ഒതുവെടുക്കുന്നത് കണ്ടാ നീ ഉറപ്പിച്ചോ അവൻ ഈമാനുണ്ടെന്ന്. സമാധാനത്തോടുകൂടി ഒതുവെടുക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ നീ ഉറപ്പിക്കണം അവൻ ഈമാനുണ്ടെന്ന്. ഈമാനുള്ളവരാണ് സമാധാനത്തോടുകൂടി ഒതുവെടുക്കുന്നത്. ഒന്ന് കയറ്റി കഴുകുന്നത്, മുട്ടുൾപ്പെടെ കഴുകിയാൽ മതി. ഒന്ന് മുകളിലേക്ക് കയറ്റിയാൽ 3 മുടി നനഞ്ഞാ മതി. ഒന്ന് മുകളിലേക്ക് കയറ്റിയാൽ നാളെ പള്ളിപ്പറമ്പിലെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ല
ശ്വാസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഉഹുദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, ഇതുപോലെ എല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം പ്രകാശിക്കുകയാ, ഉളുവിന്റെ അവയവങ്ങൾ പ്രകാശിക്കുകയാ. അങ്ങനെയാണ് എന്റെ ഉമ്മത്തിനെ തിരിച്ചറിയുന്നതെന്ന് നബി തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉളുവെടുക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തണേ, അലംഭാവം കാണിക്കരുത്. ജമാഅത്ത് കഴിഞ്ഞാ കഴിയട്ടടാ ചെറുപ്പക്കാരാ. നബി തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, പള്ളിയോടുള്ള കടമകളിൽ പെട്ടതാണ് പള്ളിക്കകത്ത് നമസ്കാരം നടക്കുകയാണ്. നീ സമാധാനത്തോടു കൂടി ഉളുവെടുത്തിട്ട് സമാധാനത്തോടു കൂടി വേണം പള്ളിക്കകത്ത് ജമാഅത്തിന് പോകാൻ. പള്ളിയോടുള്ള കടമകളിൽ പെട്ടത്. ചിലർ ഓടും, പള്ളിക്കകത്ത് ഓടാൻ പാടില്ല, സലാം വീട്ടിയാ വീട്ടെ. ഓടുന്ന എന്തിനാ നീ? ഓടരുത്. സമാധാനത്തിൽ ഉളുവെടുത്തിട്ട് അള്ളാന്റെ വീടാ, നീ ആദരിക്കണം, നീ ബഹുമാനിക്കണം. നീ ഓടണ്ട, സലാം വീട്ടിയാ വീട്ടെ, നിനക്ക് പ്രതിഫലം കിട്ടുമല്ലോ, നിനക്ക് പ്രതിഫലം കിട്ടുമല്ലോ. എന്തിനാ ഓടുന്ന? വീട്ടിൽ നിന്ന് ഓടുന്ന കാര്യമല്ല, പള്ളിക്കകത്ത് ഓടരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനത്തിൽ ഉളുവെടുത്തിട്ട് പള്ളിക്കകത്ത് പോകുമ്പോ ഉസ്താദ് സലാം വിട്ടിയാലും നിനക്ക് പ്രതിഫലം കിട്ടും. നേരെ ചൊവ്വ ഉളുവെടുക്കാതെ പോയിട്ട് എന്തിനാ നരകത്തിൽ പോകുന്നത്? അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉളുവോടുകൂടി നടക്ക്, എപ്പോഴും ശുദ്ധിയായിട്ട് നടക്ക്, എപ്പോഴും ശുദ്ധിയായിട്ട് നടക്ക്. ഉളുവ് നിസ്കരിക്കാൻ മാത്രമല്ല, ഉളുവെടുക്കുമ്പോ മാത്രമല്ല, നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല ഉളുവ്, ഉറങ്ങുമ്പോഴും ഉളു വേണം, നടക്കുമ്പോഴും ഉളു വേണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങുന്ന സമയത്തും ഉളുവോടുകൂടി വേണം കിടന്നുറങ്ങാൻ. ആരെങ്കിലും കിടക്കുന്ന സമയത്ത് ഉളുവെടുത്താ അവന്റെ ഉറക്കവും ഇബാദത്താ. അതാ അവന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്. മൻബാത താഹിറുൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖദു സഅതൻ മിൻ ലൈൽ അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ റഹംഹു. പടച്ചവനെ, നീ ഉളുവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിൽക്കുകയാണ്, പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ കരുണ കാണിക്കണേ അല്ലാ, ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഉറങ്ങിയാലും കൂലിയാ സഹോദരാ, ഉറങ്ങിയാലും ഇബാദത്തിന്റെ കൂലിയാണ് മോനെ. ഉറങ്ങുമ്പോ മാത്രമല്ല, മരിക്കുമ്പോഴും ഉളു വേണം ചെറുപ്പക്കാരാ, മരിക്കുമ്പോഴും ഉളുവോടുകൂടി വേണം മരിക്കാൻ. ഉളുവില്ലാതെ മരിക്കല്ലേ, ഉളുവില്ലാതെ മരിക്കല്ലേ. ഉറക്കമെന്ന് പറഞ്ഞ മരണമാണ്. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യമായിട്ട് പറയുന്ന ദുആ എന്താ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള അവകാശം തന്ന അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഉറങ്ങുമ്പോ ഉളുവെടുക്കണേ, മരിക്കുമ്പോഴും ഉളുവോടുകൂടി വേണം മരിക്കാൻ. ഉളുവോടുകൂടി മരിക്കുന്ന മനുഷ്യന് കിട്ടുന്ന മഹത്വം എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നപ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, അസ്റായിൽ, ജിബ്രീൽ എവിടെ? ജിബ്രീൽ എവിടെ? എനിക്ക് ജിബ്രീലിനെ കാണണം അസ്റായിൽ. അല്ലാഹുവിന്റെ പ്രവാചകം ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കണ്ടു എന്ന് ചരിത്രം പറയുമ്പോ ഉളുവോടുകൂടി വേണം മരിക്കാൻ. ആരെങ്കിലും ഉളുവെടുത്തിട്ട് കിടക്കുന്ന കിടപ്പിലാണ് മരിക്കുന്നതെങ്കിൽ ചെറുപ്പക്കാരാ, ഉളുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ഉളുവോടുകൂടി മരിക്കുന്നവരുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് വരുമ്പോ അവരുടെ കൂടെ ജിബ്രീൽ വരികയാണ്. അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ കണ്ടിട്ടാ മരിക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, സിനിമ കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, പാട്ട് കേട്ടുറങ്ങുന്നവരുണ്ടല്ലോ, പടച്ചവനെ റീൽസ് കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ. വേണ്ടടാ ചെറുപ്പക്കാരാ, അവസാനം നീ ചെയ്ത കാര്യമാണ് നീ നാളെ പരലോകത്ത് വരുമ്പോ നിനക്കുണ്ടാകുന്ന
ആകുന്നത്. അവസാനമായിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ, പടച്ചവനെ പാട്ട് കേട്ടുകൊണ്ട് കിടക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ, മോനെ വലിയ നഷ്ടമാ, വലിയ വലിയ ദോഷമാ. അതുകൊണ്ട് ഒതുവെടുത്തിട്ട് വേണം കിടക്കാൻ, ഒതുവെടുത്തിട്ട് വേണം മരിക്കാൻ, ഒതുവോടുകൂടി വേണം മരിക്കാൻ. പെങ്ങളെ, വലിയ അശുദ്ധിക്കാരിയായ കുളിക്കാൻ വല്ലാത്ത മടിയാ. രാവിലെ കുളിക്കാമെന്ന് പറഞ്ഞു മാറ്റിവെക്കുകയാണ്. പടച്ചവനെ, തണുപ്പ് കാരണം കുളിച്ചില്ല. പിന്നെ മക്കളെ സ്കൂളിൽ വിടണം, കാപ്പിയുണ്ടാകണം. ആ കുളി അങ്ങ് നീണ്ടു നീണ്ടു പോവുകയാ. ശാപം കിട്ടും പെങ്ങളെ. അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ ശപിക്കുകയാണ്. വലിയ അശുദ്ധിക്കാരിയായിട്ട് കുളി നീട്ടിക്കൊണ്ടു പോകരുത്. കഴിവിന്റെ പരമാവധി നീ എളുപ്പത്തിൽ കുളിക്ക്. പടച്ചവനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ ചെറുപ്പക്കാരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ടാമത്തെ നന്മ എന്തെന്നറിയുവോ? അവനോടുകൂടി നടക്കുന്നവനാ, അവന് ശുദ്ധിയായി നടക്കുന്നവരാ. അല്ലാഹു തയ്യിബാണ്, അല്ലാഹുവിന് ഇഷ്ടം തയ്യിബാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നിങ്ങൾ ഒന്നുകൂടി നടക്ക്, ശുദ്ധിയായിട്ട് നടക്ക്. ഒന്നുപെടുക്കുമ്പോ സൂക്ഷ്മത പുലർത്ത്. ഉറങ്ങുമ്പോഴും ഒന്നുപെടുത്തിട്ട് കിടന്നുറങ്ങ്. മുറിയുകയോ മുറിയാതിരിക്കുകയോ ചെയ്യട്ടെ, നീ ഒന്നുകൂടി വേണം കിടന്നുറങ്ങാറ്. ഇങ്ങനെ നീ ജീവിച്ചാ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ സ്നേഹിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒളിവെടുത്തിട്ട് വേണം